കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവഹിതമായ 34ാമത് PCNAK ഡാളസ് പട്ടണത്തിലുള്ള മനോഹരമായ ആഡിസൺ സിറ്റിയിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ഹോട്ടലിൽ വെച്ച് നടക്കുവാനുള്ള വിപുലമായ എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ദൈവജനത്തെ സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ. ഈ അവസരത്തിൽ നമ്മുടെ കോൺഫറൻസിൻ്റെ പ്രഥമ കിക്ക് ഓഫ് ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ച് നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽ ഇൻ ആഡിസൺ ടെക്സസ് വിൽ ബി ദ വെന്യൂ ഫോർ ദിസ് കോൺഫറൻസ്. ദൈവഹിതമായ നവംബർ 8-ാം തീയതി വൈകിട്ട് ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ച് നമ്മുടെ പ്രഥമ കിക്ക് ഓഫ് മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. അതിലേക്ക് എല്ലാ ദൈവജനത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മോനി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തിയേറിയ ശക്തന്മാരായ ദൈവദാസന്മാർ ഒന്നിക്കുന്ന ഒരു ടീം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. കോർണർ സ്റ്റോൺ 2015 എന്ന് നാമകരണം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരു സംഗീത സന്ധ്യയായി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ സമ്മേളനമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ നമ്മുടെ കോൺഫറൻസിൽ കർത്താവ് നമുക്കൊരു ടൈറ്റിൽ സ്പോൺസറിനെ തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ PCNAKൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾക്കൊരു ടൈറ്റിൽ സ്പോൺസറിനെ കർത്താവ് തരുന്നത്. അതൊരു വലിയ അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു. നമ്മുടെ ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ തീം കർത്താവ് നമുക്ക് തന്നത് ക്രൈസ്റ്റ് അവർ കോർണർ സ്റ്റോൺ. അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു കോൺഫറൻസായി ഈ കോൺഫറൻസ് തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ നവംബർ 8-ാം തീയതി തന്നെ തുടങ്ങും. പ്രാരംഭമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വളരെ ഡീപ്പായ ഡിസ്കൗണ്ട് കൊടുത്ത് എല്ലാവരും ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുവാൻ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നു. എല്ലാ പട്ടണത്തിലും വലിയൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടിയ പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അനേകം മീഡിയാസ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലോക്കലിലും നാഷണൽ ലെവലിലും വളരെ ശക്തന്മാരായ ദൈവദാസന്മാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് നമുക്ക് ലഭിക്കുവാൻ കർത്താവ് സാധ്യത തരുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കോൺഫറൻസ് സ്നേഹബന്ധം പുതുക്കുകയും സ്നേഹച്ചങ്ങലയാൽ ബന്ധിപ്പിക്കുകയും പരസ്പരം ദൈവജനങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും പുലർത്തുവാനുള്ളത് ആയിത്തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രവർത്തിക്കാം. ദൈവജനത്തെ ഈ കോൺഫറൻസിന് വേണ്ടി വീണ്ടും ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.